ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റിയതും എന്നാൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ആക്കുന്ന മന്തിയാണിത്. അപ്പോൾ വീഡിയോ മൊത്തം കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുതായിട്ട് തന്നെ മുറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് മന്തിയിലാക്കുമ്പോൾ തൊലിയോട് കൂടിയ ചിക്കനാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ തൊലി കളഞ്ഞ ചിക്കനാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ സ്കിന്നോട് കൂടിയ ചിക്കൻ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 വലിയ കോഴിൻ്റെ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി കഴുകിയിട്ട് വെള്ളമെല്ലാം മുഴുവൻ കളഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണ് ആക്കുന്നത് അതിലേക്ക് ഈ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ മസാലയിലും പിടിക്കാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പൗഡേഴ്സ് എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കം തന്നെ ചെറുതായിട്ട് അരഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ചെറുതായിട്ട് തന്നെ അരയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 7 ഏലക്ക ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ടീസ്പൂൺ കറാമ്പ്, പിന്നെ അതുപോലെ തന്നെ 2 വലിയ ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിക്കാത്ത കുരുമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ഉണക്ക് നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ നാരങ്ങയും പിന്നെ ക്യാപ്സിക്കവും നിർബന്ധമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ഉണക്ക നാരങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല ഉപ്പ് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് വലിയൊരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കളറ് വേണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി. ഞാനിതിലിപ്പോൾ ഒരു റെഡ് കളറാണ് ചേർക്കുന്നത്. അത് ഒരു 2 സ്പൂൺ വെള്ളത്തിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനിൽ മസാലയിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു സാധനം ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതൊരു 5-6 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് അടുപ്പത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വേവുന്ന വരെ അടുപ്പത്ത് വെക്കണം. ഒരു 5 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് പിന്നെ ഫ്ലെയിമിൽ ഫുള്ളായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ വെക്കുക. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കുക. ഇപ്പോൾ ചിക്കനെല്ലാം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓയിലെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കന് കുത്തി കൊടുത്തോണ്ട് തന്നെ ഉള്ളിൽ നല്ല മസാലയെല്ലാം കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും കൂടി നന്നായിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. നമുക്കിനി ഇത് നന്നായി വേവുമ്പോഴേക്ക് നമുക്ക് ചോറാക്കാൻ വേണ്ടിയിട്ടുള്ളത് വെള്ളം അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഒരു 3/4 ഭാഗത്തോളം വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടീസ്പൂൺ നിറയെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളത്തിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബസ്മതി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തിയാക്കുമ്പോൾ എപ്പോഴും സെല്ല റൈസാണ് നല്ലത്. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലെല്ലാം സെല്ല റൈസ് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അളവൊന്നും ഇപ്പോൾ പറയുന്നില്ല. അരി ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു 3/4 ഭാഗത്തോളം വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അരി നന്നായിട്ട് വെന്തുടഞ്ഞു പോകരുത്. ഒരു 3/4 ഭാഗം വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഉപ്പെല്ലാം വേണമെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ അരി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയാം. അങ്ങനെ ചോറെല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ നോക്കാം. ഞാനിപ്പോൾ ചിക്കന് ഒരു 20 മിനിറ്റോളം തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇറങ്ങി വന്ന വെള്ളമെല്ലാം നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം.
അതിൽ അവസാനം നമ്മൾ ചോറിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളെ ചിക്കൻ്റെ മേലെ തന്നെ നമുക്ക് ചോറൊന്ന് ദം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ചോറ് ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ്റെ വെള്ളം നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് മുഴുവനും ഒന്ന് ഒഴിച്ചെടുക്കുക. എന്നാൽ പിന്നെ ചോറിന് നല്ല ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ഞാൻ കുത്തി വെക്കുന്നുണ്ട്. പച്ചമുളക് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, കാരണം എരിവ് ഉണ്ടാവില്ല. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറാണ് കിട്ടും. അപ്പം ഞാനൊരു 6 എണ്ണമാണ് ഇതിൽ കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഫുഡ് കളർ നേരത്തെ ചിക്കനിൽ ചേർത്ത് കൊടുത്ത അതേ കളർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് വെള്ളത്തിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അവസാനം ഇതിൽ ഞാൻ കുറച്ച് വലുതായിട്ട് തന്നെ ക്യാപ്സിക്കം മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് അടുപ്പത്ത് വെക്കണം. ഫ്ലെയിം ഫുള്ളായിട്ട് തന്നെ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അരമണിക്കൂറോളം ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 3/4 മണിക്കൂറോളം അടുപ്പത്ത് തന്നെ വെച്ചിന്. അപ്പോൾ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മസാലയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആ ചിക്കൻ്റെ വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. ചിക്കനും എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ അടിപൊളി ഈസി മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ എല്ലാ വീഡിയോസും കണ്ടിട്ട് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.